ഇന്ന് വളരെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത വന്നത് അത് മലപ്പുറത്ത് നിന്നാണ്, വളാഞ്ചേരിയിൽ നിന്നാണ്. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് 24 ചർച്ച ചെയ്യുന്നത്. ആദ്യം തന്നെ അരുൺ അമൃതനാഥാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അരുണിലേക്കാണ്. അരുൺ, വളരെ ആശങ്കപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ എത്രമേൽ ആശങ്കപ്പെടുത്തുന്നതാണ്? ഇനി എന്തു ചെയ്യും? നമ്മൾ ഇത് എവിടെ വരെ എത്തി നിൽക്കുന്നു? ഇനി എങ്ങോട്ട് എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. ഏത് ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു പരിശോധനയിലേക്ക് ആരോഗ്യവകുപ്പ് കടന്നത്? ഈ പരിശോധന എത്ര നാൾ നീണ്ടു നിന്നതാണ്? ഇനി ഇതെങ്ങനെ വ്യാപിപ്പിക്കാനാണ് തീരുമാനം? കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? അക്ഷയ, ലഹരിയുടെ വിപത്ത് എത്രത്തോളം എന്ന് നമുക്ക് വരുന്ന ഒരു മുന്നറിയിപ്പായി കൂടി ഈ ഒരു ആരോഗ്യവകുപ്പിൻ്റെ സ്ഥിരീകരണത്തിനെ കാണേണ്ടതുണ്ട്. ലഹരി എത്രത്തോളം അപകടകരമാണ് എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ ലഹരിയിൽ നിന്ന് മോചനം നേടിക്കഴിഞ്ഞാൽ ലഹരിയുമായി ബന്ധപ്പെട്ട കെടുതിയിൽ നിന്ന് ഒരുപക്ഷെ മോചനം ഉണ്ടാകാം. പക്ഷെ അതിലും അപ്പുറത്തേക്ക് ജീവനെ തന്നെ ബാധിക്കുമെന്നുള്ള ഏറ്റവും വലിയ മുന്നറിയിപ്പായി തന്നെ ഈ വാർത്ത വരികയാണ്. സമീപകാലത്ത് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് വന്നതിൽ ഏറ്റവും ഗ്രാവിറ്റിയുള്ള വാർത്തയായി തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. അക്ഷയ ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ കടക്കാം. ഇത് കണ്ടെത്തുന്നത് ഇങ്ങനെയാണ്. അതായത് ആദ്യം വളാഞ്ചേരിയിൽ HIV ബാധിതനായ ഒരു യുവാവിൽ നിന്നാണ് ഇങ്ങനെ കണ്ടെത്തുന്നത്. ഈ സിറിഞ്ചിൽ നിന്ന് ആണ് ഇദ്ദേഹത്തിന് HIV ബാധിക്കുന്നത് എന്ന് തന്നെ. അങ്ങനെ ഇയാളുമായി ബന്ധപ്പെട്ട 15 പേരിൽ പരിശോധന നടത്തി. അതിലാണ് 10 പേരിൽ രോഗബാധ കണ്ടെത്തിയത്. 7 മലയാളികളും 3 ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ്. ഒരേ സൂചിയിൽ നിന്ന് ലഹരി മരുന്ന് കുത്തിവെച്ചവർക്കാണ് ഇത്തരത്തിൽ രോഗബാധ ഉണ്ടാക്കിയത് എന്നുള്ളത് തന്നെയാണ്. അത് ഒന്നാമത്തെ ഘട്ടം. അത് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്നത് ഈ 15 പേരിൽ 10 പേരിലേക്ക് രോഗം എത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ രോഗവ്യാപനം കണ്ടെത്തുക, അത് നിർണ്ണയിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. കാരണം ലഹരി ഉപയോഗിക്കുന്നവരാണ്. അവരിൽ നിന്ന് ഇത് നിർണ്ണയിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒന്നാം ഘട്ടം തന്നെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. എങ്കിലും ഇത്തരത്തിലുള്ള ആശങ്കകൾ മറികടന്നുകൊണ്ട് തന്നെയാണ് ആരോഗ്യവകുപ്പ് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിക്കൊണ്ട് ഇനി രണ്ടാം ഘട്ടം എന്നോണം ഇതിൻ്റെ തുടർ നടപടികളാണ്. കൃത്യമായി ഇവരെ ഒരു ഐസൊലേറ്റ് ചെയ്ത് ഇവരെ നിരീക്ഷിച്ചു വരികയാണ്. കൂടുതൽ പേരെ പരിശോധിച്ച് വരുന്നുണ്ടെന്നാണ് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും ഈ തുടർ നടപടികളിലേക്ക് കടക്കുക. ഇത്തരത്തിൽ രോഗവ്യാപനം ഉണ്ടാവാനുള്ള സാധ്യത തന്നെയാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ഈ 10 എന്ന് പറയുന്നത് ആശങ്കപ്പെടുന്ന കണക്കാണ്. ഈ 10 ഒതുങ്ങുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നമായി തന്നെ നമ്മുടെ മുന്നിൽ ആശങ്കയുടെ ചോദ്യമായി തന്നെ ഉയർന്നു നിൽക്കുകയാണ്. ഈ മലപ്പുറം ജില്ലയിൽ മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിലും സംസ്ഥാനത്താകെ സമാനമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നാണ് മലപ്പുറം DMO പറഞ്ഞു വെക്കുന്നത് എന്ന ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നു. വലിയൊരു മുന്നറിയിപ്പാണ്, വലിയൊരു ചോദ്യചിഹ്നമാണ്. ഇതിനെ എങ്ങനെ നേരിടും എന്നുള്ള ഒരു ആശങ്കയുടെ മുൾമുനയിൽ തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ നിൽക്കുന്നത്. അക്ഷയ. ശരി, അരുൺ അമൃതനാഥാണ് വിവരങ്ങൾ നൽകിയത്. അരുൺ അവസാനം സൂചിപ്പിച്ചതുപോലെ തന്നെ എങ്ങനെ ഇതിനെ നേരിടും, എന്ത് നമ്മൾക്കിനി ചെയ്യാനാകും എന്നുള്ളത് തന്നെയാണ് പ്രധാന ചോദ്യവും പ്രധാന വിഷയവും. അതിഥികളിലേക്കാണ് ഡോക്ടർ SS ലാൽ, ആരോഗ്യ വിദഗ്ധൻ, ഒപ്പം തന്നെ ചിറക്കര മധു, മുൻ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുമാണ് നമുക്കൊപ്പം ഇപ്പോൾ തത്സമയം ചേരുക. ആദ്യം ഡോക്ടർ SS ലാലിലേക്കാണ്. ഡോക്ടർ ലാൽ, നോക്കൂ, ഇത് ഒരു മാരക വിപത്തായി മാറുന്നു എന്നതിൽ സംശയമില്ല. വലിയ സാമൂഹ്യ പ്രശ്നമായി മാറുകയാണ്. 2 മാസത്തിനിടെ 10 പേരിൽ സ്ഥിരീകരിക്കുന്നു. ഒരു കാലഘട്ടം നമുക്കറിയാം, എയ്ഡ്സിനെ പറ്റി അത്ര ബോധ്യമില്ലാത്ത, ബോധവൽക്കരണം നടത്തേണ്ടി വരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ആ സാമൂഹികാവസ്ഥയിൽ നിന്നൊക്കെ നമ്മൾ മാറി മുന്നോട്ടെത്തി എന്ന് ചിന്തിക്കുന്നിടത്താണ് ഇവിടെ ലഹരി എന്ന, രാസലഹരി എന്ന മാരകമായിട്ടുള്ള മയക്കുമരുന്നിൽ നിന്നും ഇതാ ഇപ്പോൾ ഈ ഒരു HIV സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയത്. എത്രത്തോളം വലിയ ജാഗ്രതയോടെ നമ്മൾ നോക്കിക്കാണേണ്ടുന്ന വിഷയമാണ്? ഇതിന്റെ ഗൗരവം എത്രത്തോളമാണ്? ഇത് വളരെ ജാഗ്രതയോടെ, ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. വളരെ അപകടങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. എന്നാൽ ജനങ്ങളിൽ അനാവശ്യമായ ഭീതി പടരാതെ നോക്കേണ്ട കാര്യവുമുണ്ട്. അപ്പോൾ HIV അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ പറയാം. HIV 80കളിൽ തുടങ്ങി നമുക്ക് ഇന്ത്യയിൽ വ്യാപനം നല്ലതുപോലുണ്ട്. ഏറ്റവും കൂടുതൽ രോഗികളുള്ള രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. അത് ഇന്ത്യയിലെ ജനസംഖ്യ കൂടുതൽ കാരണമാണ്. ഇന്ത്യയിൽ 1000-ൽ 2 പേർക്കൊക്കെ ഒരു സമയത്ത് ഇപ്പോൾ നമുക്ക് നോക്കിയാൽ 1000 പേർ പരിശോധിച്ച് 2 പേർക്കൊക്കെ HIV ഉള്ളൂ. പക്ഷേ ജനസംഖ്യ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയാണ്. അതുകൊണ്ട് തന്നെ ഒരു 10-22 ലക്ഷത്തിൽ കൂടുതൽ ജനങ്ങൾക്ക് HIV ഉള്ളതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്, അല്ലെങ്കിൽ 25 ലക്ഷത്തോളം. അത് ചെറിയ കാര്യമല്ല. പിന്നെ ഒരു വർഷം 60,000 പേർക്കെങ്കിലും HIV വരുന്നുണ്ട്, കിട്ടുന്നുണ്ട് ഇന്ത്യയിൽ. പിന്നെ ഒരു 10-40,000 പേര് HIV വന്ന് മരിക്കുന്നുണ്ട് എല്ലാ വർഷവും. അപ്പോൾ ഇതൊരു ചെറിയ രോഗമല്ല. ഇന്ത്യയിലെ ജനസംഖ്യ കൂടുതലായതുകൊണ്ട്, കൂടുതൽ പേർക്കുള്ളത് കൊണ്ട് കൂടുതൽ പേര് മരിക്കുന്നുണ്ട്. മരണനിരക്കോ അല്ലെങ്കിൽ രോഗനിരക്കോ നോക്കിക്കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളായിട്ട് നോക്കുമ്പോൾ കുറവാണെങ്കിലും ജനസംഖ്യ ഉള്ളതുകൊണ്ട് എണ്ണത്തിൽ കൂടുതലാണ്. അതാണ് ആദ്യം അറിയേണ്ടത്. പിന്നെ HIV രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ടാണ് HIV ഒരു കാലത്ത് ഇങ്ങനെ കുറഞ്ഞു വരികയായിരുന്നു. നമ്മൾ വ്യാപകമായിട്ട് ഇത്രയും വ്യത്യസ്ത ഭാഷകളും സംസ്കാരങ്ങളും ഒക്കെ ഉള്ള നാട്ടില്, പ്രത്യേകിച്ച് കൾച്ചറൽ വ്യത്യാസങ്ങളൊക്കെ ഉള്ള നാട്ടില് HIV നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക് ആയിരുന്നു. അത് ഒരുപാട് വർഷം ചെയ്തു.
പക്ഷേ ഈ കോവിഡ് സമയത്ത് എല്ലാ ശ്രദ്ധയും ആരോഗ്യരംഗത്തിന്റെ മുഴുവൻ ശ്രദ്ധയും കോവിഡിലേക്ക് തിരിഞ്ഞപ്പോൾ HIV, ക്ഷയരോഗം പോലുള്ള മാരക രോഗങ്ങളുടെ ശ്രദ്ധ ശകലം കുറഞ്ഞു. സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണ്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പിടിക്കുന്ന കാര്യത്തിലൊക്കെ കുറച്ച് പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് കാരണം HIV രംഗത്ത് ഇപ്പോ നടന്ന പ്രചരണങ്ങൾ മുഴുവൻ 2-3 വർഷം കോവിഡ് ആയിപ്പോയപ്പോഴത്തേക്ക് HIV രംഗത്തെ പ്രചരണങ്ങൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരു പ്രധാന പ്രശ്നമാണ്. ഇത് മാത്രമല്ല, ഇത് കഴിഞ്ഞപ്പോഴത്തെ ആരോഗ്യരംഗത്ത് പ്രശ്നങ്ങൾ കൂടുതൽ ഇഫക്റ്റീവായിട്ട് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുന്നതിൽ ഗവൺമെന്റുകൾക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റുകൾ, സംസ്ഥാന ഗവൺമെന്റ്, ഇവിടെ പാർട്ടി ആ രീതിയിലല്ല പറയുന്നത്. ഗവൺമെന്റുകൾക്ക് HIV നിയന്ത്രിക്കുന്നതിനകത്ത് കുറെ പോരായ്മകൾ വന്നിട്ടുണ്ട്. അതിന് കാരണം കൂടെ പറയാം. ഇപ്പൊ HIV ഇന്ത്യയിൽ ഞാൻ പറഞ്ഞല്ലോ 1000-ൽ 2 പേർക്ക് HIV സമയത്തുണ്ട് എന്ന് പറയുമ്പോഴും അത് ഏറ്റവും കൂടുതൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും പിന്നെ മഹാരാഷ്ട്രയിലും പിന്നെ കേരളം ഒഴികെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുമാണ്. ഇപ്പൊ HIVയുടെ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ കാണാം വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ, മഹാരാഷ്ട്ര, കേരളം ഒഴികെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. അപ്പൊ അവിടെയാണ് ഈ പ്രശ്നം നമുക്ക് വരുന്നത്. നമുക്ക് ഒരുപാട് അതിഥി തൊഴിലാളികളും നമ്മുടെ ജനങ്ങള് ഒരുപാട് യാത്ര ചെയ്യുന്നതാണ്. അപ്പൊ ഈ അയൽ സംസ്ഥാനങ്ങളിലെ HIV കൂടുതലാണ്. അപ്പോ വടക്കേ കിഴക്കൻ പ്രദേശം എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ഇവിടെ അതിഥി തൊഴിലാളികളുമുണ്ട്. അപ്പോ നമ്മള് HIV പൂർണ്ണമായും നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു 90% ലൈംഗിക ബന്ധം വഴി പകരുന്നതാണെങ്കിലും 6% അത് ഈ ഇഞ്ചക്ഷൻ, നമ്മുടെ മയക്കുമരുന്നുകൾ കുത്തിവയ്ക്കുന്നവർ അതുവഴി പകരുന്നതാണ്. മാത്രമല്ല ലൈംഗിക തൊഴിലാളികൾ പോലും 1% മേളിലേ ഉള്ളൂ. 100 ലൈംഗിക തൊഴിലാളികളെ പരിശോധിച്ചാൽ ഒരാൾക്കൊക്കെ HIV രോഗം ഉണ്ടാവുള്ളൂ. പക്ഷേ കുത്തിവയ്പ്പ് മരുന്നുകൾ ഉപയോഗിക്കുന്നവർ നോക്കിക്കഴിഞ്ഞാൽ 6% മേളിലാണ്. അപ്പൊ ആ കുത്തിവയ്പ്പ് വഴി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരിലെ HIV രോഗം ലൈംഗിക തൊഴിലാളികൾ 6 ഇരട്ടിയാണ്. അപ്പൊ ഇതാണ് നമ്മൾ അറിയേണ്ടത്. ഈ പശ്ചാത്തലം നമ്മൾ അറിയാതെ പ്രശ്നം ഇവിടെ മയക്കുമരുന്ന് ഉപയോഗിച്ചതിലൂടെ, ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി കുത്തിവെച്ചതിലൂടെയാണ് ഇവിടെ ഈ 10 പേർക്ക് ഇപ്പോൾ രോഗബാധ അല്ലെങ്കിൽ വൈറസ് ബാധ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഞാൻ ചിറക്കര മധുവിലേക്ക് കൂടി പോവുകയാണ്. അദ്ദേഹം മുൻ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറാണ്. അതായത് സർ, നേരത്തെ തന്നെ ഞങ്ങളുടെ റിപ്പോർട്ടർ ആർ അനന്തകൃഷ്ണൻ ഈ വാർത്ത വന്ന സമയത്ത് റിപ്പോർട്ടിനിടയിൽ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു, എപ്പോഴും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ആശങ്കയെ തന്നെ, പോലീസിനെ എക്സൈസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ലഹരിയുടെ ഉപയോഗം കൂടുമ്പോൾ തന്നെ ഇതിനിടയിൽ ഇത്തരത്തിലൊരു കാര്യം സംഭവിക്കില്ലേ, HIV പടർന്നു പിടിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ള ആശങ്ക എപ്പോഴും അത് നിഴലിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ അറിഞ്ഞിരുന്നു എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. സമാനമായി തന്നെ ഇതാ നിങ്ങളൊക്കെ ഒരുപാട് നമ്മൾ ഇപ്പോൾ തന്നെ നമുക്കറിയാം എവിടെ വന്ന് നിൽക്കുന്നു, രാസലഹരിയുടെ മയക്കുമരുന്നിൻ്റെ ഒക്കെ ഉപയോഗം നമ്മളെ സംബന്ധിച്ചിടത്തോളം എവിടെ എത്തി നിൽക്കുന്നു നമുക്കറിയാം. അപ്പോൾ ഈ പരിശോധനകൾ നടക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള രോഗങ്ങളുടെ ബാധയെപ്പറ്റി നമ്മൾ ഏത് തരത്തിലാണ് ശ്രദ്ധിക്കാറ്, അതിനെപ്പറ്റി പരിശോധിക്കാറ് എങ്ങനെയാണ്? മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് വിവിധ തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ആദ്യം കിട്ടുന്ന അപകടം, ഏറ്റവും ഭയങ്കരമായ മാരകമായ അപകടമാണ് ഇത്തരത്തിലുള്ള രോഗബാധ എന്ന് പറയുന്നത്. അത് ബഹുമാനപ്പെട്ട ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ HIV മാത്രമല്ല ഇതിലൂടെ പകരാൻ സാധ്യതയുള്ളൂ. ഇതുപോലെ തന്നെ ഭീകരമായിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഇത്തരത്തിൽ സിറിഞ്ച് വഴി പകരുന്ന രോഗങ്ങളാണ്. മറ്റ് ചെറിയ ചെറിയ രോഗങ്ങളും അതുവഴി പകരാൻ സാധ്യതയുണ്ട്. അപ്പം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് ക്രമേണ കിട്ടാവുന്ന 6-7 വർഷം കൊണ്ട് കിട്ടാവുന്നതാണ് മയക്കുമരുന്നിന്റെ ഉപയോഗം കൊണ്ടുണ്ടാകുന്ന ഹെൽത്ത് ഹസാർഡ്സ് എങ്കിൽ, ആരോഗ്യ ഭീഷണി എങ്കിൽ, ഇത്തരത്തിലുള്ള സംഗതികൾ 1 മാസമോ 2 മാസമോ കൊണ്ട് പെട്ടെന്ന് വരും. ഇത് വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇത്തരം മയക്കുമരുന്നുകൾ എപ്പോഴും ഒപ്പിയോയിഡ് എന്ന് പറയുന്ന ഡെറിവേറ്റീവ്സ് ആണ്. കറുപ്പ് എന്ന് പറയുന്ന വസ്തുണ്ട്, ഒപ്പിയത്തിൽ നിന്ന് എടുക്കുന്നതാണ് ഇത്തരത്തിലുള്ള ദുരുപയോഗം ചെയ്യുന്ന മയക്കുമരുന്നുകൾ, കുത്തിവെക്കുന്ന മയക്കുമരുന്നുകൾ. MDMA പോലുള്ളവ കുത്തിവെച്ചല്ല ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്തരം കുത്തിവെക്കുന്ന മയക്കുമരുന്നുകൾ ആദ്യം രഹസ്യമായിട്ടായിരിക്കും ചെറുപ്പക്കാർ ഉപയോഗിക്കുന്നത്. പക്ഷേ ക്രമത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടോ ഇത് കിട്ടുന്നതിനുള്ള അവസ്ഥ, കിട്ടാനുള്ള ലഭ്യത കുറവ് കൊണ്ടോ ചിലപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഈ കുട്ടികൾ അതിലേക്ക് അങ്ങ് അടിമത്തപ്പെട്ടു പോയി എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ആ ക്രേവിംഗ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്, എന്തു സംഭവിച്ചാലും മയക്കുമരുന്ന് കിട്ടിയാൽ മതി എന്നുള്ള സാധ്യതയിലേക്ക്, അങ്ങനെ വരുമ്പോൾ മറ്റ് അപകട സാധ്യതകളെ മൊത്തവും അവർ തട്ടിത്തെറിപ്പിച്ചതിന് ശേഷം മയക്കുമരുന്ന് എന്ന് പറയുന്ന ഒറ്റ ആഗ്രഹത്തിലേക്കായിരിക്കും അവർ പോകുന്നത്. അങ്ങനെയാണ് 10, 15, 20 പേർ ചേർന്ന് ഒരു സിറിഞ്ചിനകത്ത് 5-8 മില്ലി ലിറ്റർ മയക്കുമരുന്ന് നിറച്ചതിന് ശേഷം ഇത് ഓരോരുത്തർ ഉപയോഗിച്ച് 1-2 കുത്തി ഒരു 10-15 പേര് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തുമ്പോൾ ഇതിൽ ഒരാളിന് അസുഖമുണ്ടെങ്കിൽ ഈ 15 പേരിലേക്കും എത്തുന്ന ഒരു അവസ്ഥ വരും. ഇത് വളരെയധികം മാരകമായിട്ടുള്ള നമ്മുടെ ആരോഗ്യരംഗം മാത്രമല്ല, പോലീസുകാർ മാത്രമല്ല, സമൂഹം മൊത്തത്തിൽ
വളരെ ശക്തമായി ഇടപെടേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ മലപ്പുറം DMA ഇത് പുറത്തു പറഞ്ഞു, സാധാരണ പുറത്തു പറയാറില്ലാത്ത കാര്യങ്ങളാണ്. മലപ്പുറം DMA പുറത്തു പറഞ്ഞതിൽ അവരെ അഭിനന്ദിക്കേണ്ടി വരുന്നത്. കാരണം ഇത്രയും വലിയൊരു പ്രത്യാഘാതമാണെന്നുള്ളത് ഇത് ഉപയോഗിക്കുന്നവരും അവരുടെ രക്ഷിതാക്കളും മലപ്പുറം പുറത്തു പറഞ്ഞു എന്നുള്ള ആ തരത്തിൽ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു കാര്യം കൂടിയുണ്ട്. പുറത്തു പറയുമ്പോൾ ഇത് ഒരു പ്രദേശത്ത് മാത്രം കണക്കാണ്, ജില്ലയിൽ ഇനിയും ഉണ്ടാകാം, സംസ്ഥാനത്താകെ പരിശോധിക്കുകയാണെങ്കിൽ അതിലും കൂടുതൽ കണക്ക് എന്നുള്ള വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു പരാമർശം അവർ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ തലത്തിലേക്ക് കൂടി നമ്മൾ ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞില്ലേ? വളരെ ശരിയാണ്, വളരെ ശരിയാണ്. ഇത് നമ്മുടെ സ്റ്റേറ്റിൽ ഒട്ടാകെ എടുക്കുമ്പോഴത്തേക്ക് 10, 20, 100 ഒന്നും നിൽക്കുകയില്ല. ഇത് വളരെ ശക്തമായിട്ട് നമ്മുടെ ആരോഗ്യവകുപ്പ് ശ്രീ ഡോക്ടർ ലാലു പറഞ്ഞതുപോലെ ആരോഗ്യവകുപ്പ് വളരെ പ്രധാനമായിട്ട് ഈ ഒരു വിഷയത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കുറച്ച് ദിവസങ്ങളെങ്കിലും നമ്മൾ പരിശോധനയിലേക്ക് ഏർപ്പെട്ടാൽ മാത്രമേ എന്താണ് ഇതിന്റെ ഭീകരാവസ്ഥ എന്നുള്ളൊരു സംബന്ധിച്ച് നമുക്ക് അറിയാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ ലാൽ, അതാണ് നമ്മൾക്ക് ഇനി സംസ്ഥാന സർക്കാരാണെങ്കിൽ പല തരത്തിലുള്ള ക്യാമ്പയിനുകൾ നമ്മൾ നടപ്പിലാക്കണം. എല്ലാ ക്യാമ്പയിനും ഇത് ഒന്നിപ്പിക്കാൻ പോവുകയാണ് ഇനി. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്നു ലഹരിക്കെതിരെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ലഹരിക്കെതിരെ നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ട് കുറേ കാലമായി. പക്ഷെ നമുക്ക് എവിടെ എത്തി നിൽക്കാൻ സാധിക്കുന്നു? ഇന്ന് തന്നെ നമ്മൾ ഈ വാർത്ത ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ ലഹരിയുടെ ഉപയോഗത്തെ തുടർന്നുണ്ടായിട്ടുള്ള അക്രമങ്ങളുടെ വാർത്ത നിരവധിയാണ്. പരമ്പര പോലെ ഓരോ ദിവസവും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിലാണ് ഇവിടെ ഇപ്പോൾ HIV സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. നമ്മൾ എങ്ങനെ ഇതിനെ നേരിടും? നല്ലൊരു ചോദ്യമാണ്. അതിനുമുമ്പ് എന്റെ സഹപാഠിസ്റ്റ് ബഹുമാനായ സഹപാഠിസ്റ്റ് പറഞ്ഞൊരു കാര്യം ഞാൻ അടിവരയിട്ട് ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. HIV മാത്രമല്ല, ഹെപ്പറ്റൈറ്റിസ് B പോലുള്ള പെട്ടെന്ന് പടരുന്ന രോഗങ്ങൾ, മാരകമായേക്കാവുന്ന രോഗങ്ങൾ പോലും ഈ കുത്തിവെപ്പ് സിറിഞ്ച് വഴി, സൂചി വഴി പകരും. അത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ HIV പറ്റി ചർച്ച വന്നുകൊണ്ടാണ് HIV മാത്രം ഇപ്പൊ ആദ്യം സംസാരിച്ചത്. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഇപ്പോൾ ഇന്ത്യയിൽ HIV നിരക്ക് കുറയുകയായിരുന്നു. പക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ആ കുറവ് കാര്യമായിട്ടില്ല. മാത്രമല്ല, ചില പ്രദേശങ്ങളിൽ, ഡൽഹി ഉൾപ്പെടെയുള്ള ചില നഗരപ്രദേശങ്ങളിലും പിന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും HIV നിരക്ക് കൂടുകയാണ്. പലപ്പോഴും സർക്കാർ കണക്കുകളിൽ അത് മറയ്ക്കപ്പെടുന്നുണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാനങ്ങളായാലും സ്വാഭാവികമാണ്, എല്ലാ രാജ്യങ്ങളും ചെയ്യാറുണ്ട്. പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം. അപ്പൊ നമുക്ക് ഒരു പ്രശ്നത്തെ സമീപിക്കണമെങ്കിൽ, ആ പ്രശ്നത്തിന് ഫലപ്രദമായ പരിഹാരം ഉണ്ടാകണമെങ്കിൽ ആ പ്രശ്നം നമ്മൾ കൃത്യമായി അറിയുകയും അത് പുറത്തറിയുകയും വേണം. അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നത്, കേരളത്തിലെ HIV സാഹചര്യത്തെപ്പറ്റി നമുക്കൊരു വിശദമായ പഠനവും ഈ പറഞ്ഞതുപോലത്തെ കണക്കെടുപ്പ് നടക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ഡൽഹി, ബോംബെ പോലുള്ള ചില പ്രദേശങ്ങളിലൊക്കെ HIV കൂടിയിട്ട് നമ്മുടെ സർക്കാർ റിപ്പോർട്ടുകളിൽ വരാറില്ല. പ്രസിദ്ധീകരിച്ച് നമുക്ക് ഇന്ത്യക്ക് മോശം ഉണ്ടാക്കണം എന്നല്ല അർത്ഥത്തിലല്ല പറയുന്നത്. പക്ഷേ ആരോഗ്യവകുപ്പിനകത്ത് ഈ കണക്കെടുപ്പുകളും ആരോഗ്യ പ്രവർത്തകരെയും ജനങ്ങളെ ഇതിനകത്ത് ഉദ്ബോധിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടാകണം. അതേ മാതൃകയിൽ കേരളത്തിൽ എപ്പോഴും നമ്മൾ കേരളത്തിൽ നമ്പർ 1 ആണെന്ന് പറയാനുള്ള ആഗ്രഹം കൊണ്ട് പലപ്പോഴും നമ്മൾ നമ്പർ 1 അല്ലാത്ത കാര്യങ്ങൾ മറച്ചു പിടിക്കാറുണ്ട്. HIV കാര്യത്തിൽ നമ്മൾ വളരെ നിങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ HIV കുറവാണ്. പക്ഷെ അത് കേരളത്തിലെ സാഹചര്യങ്ങൾ ഒരുപാട് മാറുന്നുണ്ട്. ഒരുപാട് കേരളത്തിലേക്കും പുറത്തേക്കും യാത്രകൾ കൂടുന്നുണ്ട്, താമസം കൂടുന്നുണ്ട്. അപ്പോൾ മുമ്പൊരു കണക്കെടുത്തപ്പോൾ നമ്മൾ ഈ സെക്സ് വർക്കേഴ്സ് വഴിയൊക്കെ പുരുഷന്മാർ കിട്ടുന്ന കാര്യം പറഞ്ഞപ്പോൾ സ്ത്രീകൾക്ക് HIV വന്നപ്പോൾ നമ്മൾ കേരളത്തിൽ പോലും സ്ത്രീകളെ കല്ലെറിയുന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നീടുള്ള പഠനത്തിൽ കണ്ടത് കേരളത്തിലെ സ്ത്രീകൾക്ക് കൂടുതലും അവരുടെ ഭർത്താക്കന്മാരെന്നാണ് കിട്ടിയെന്നൊരു പഴയ കണക്കുണ്ട്. ഞാൻ പറഞ്ഞത്, അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ഊഹിക്കുന്നതായിരിക്കില്ല യഥാർത്ഥത്തിൽ സംഭവിക്കും. അപ്പോൾ അതിനാൽ അനാവശ്യമായ ഭീതി പടരാതെ നോക്കുകയും വേണം. പിന്നെ HIV അതിനെതിരെയുള്ള ശ്രമങ്ങൾ കുറച്ചുകൂടി ഫലവത്താകേണ്ടതുണ്ട്. അതില്ലാതെ പോയൊരു കാരണം, HIV പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല എങ്കിൽ പോലും HIV രോഗബാധയെ നിയന്ത്രിക്കുന്ന മരുന്നുകൾ നമുക്ക് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. HIV അണുവിനെ ശരീരത്തിൽ പൂർണ്ണമായി വിമുക്തമാക്കി അല്ലെങ്കിൽ ക്യൂർഡ്, രോഗവിമുക്തി എന്നൊരവസ്ഥയില്ല എങ്കിൽ പോലും ഒരു സാധാരണ മനുഷ്യനായിട്ട് ജീവിക്കാവുന്ന രീതിയിൽ ദിവസം ഒരു നേരം ഗുളിക കഴിച്ചിട്ട് HIV നിയന്ത്രിക്കാവുന്ന സാഹചര്യം വന്നത് HIV സമീപനത്തിൽ, അത് ഡോക്ടർമാരുൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരായാലും ആരോഗ്യ വകുപ്പിന്റെ ആയാലും പൊതുജനങ്ങളുടെയൊക്കെ കാര്യത്തിലായാലും അതിനകത്തൊരു കുറച്ചൊരു ഉദാസീനത വന്നിട്ട് നമ്മൾ സമ്മതിക്കേണ്ടതുണ്ട്. അത് ഇത്തരം അപകടങ്ങൾക്ക് കാരണമാണ്. അപ്പൊ നമ്മളിപ്പോ ചെയ്യേണ്ടത്, ഈ ഉദാസീനത എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. അതായത് കുറെ മുൻപ്, ഒരുപക്ഷെ ഞാനൊക്കെ വളരെ കുട്ടിയായിരുന്നപ്പോൾ, അതല്ലെങ്കിൽ അതിന് മുൻപുള്ള നിങ്ങളുടെയൊക്കെ ആയിരിക്കുന്ന തലമുറ, ആ ഒരു കാലഘട്ടത്തിലൊക്കെ എനിക്ക് തോന്നുന്നു ഈ HIV എന്ന് പറയുന്നത് വലിയ മാരകമായിട്ടുള്ള രോഗമാണെന്നുള്ള ബോധം, അതെല്ലാവരിലും ആ ബോധം ഉണ്ടാക്കുകയും ആ തരത്തിൽ ക്യാമ്പയിനുകൾ എടുക്കുകയും ആ ഒരു പേടിച്ചു നിൽക്കണം എന്നുള്ളതല്ല, രോഗിയെ മാറ്റി നിർത്തണം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിനെക്കുറിച്ചുള്ള ഗൗരവം എത്രയെന്ന് ആളുകളിലേക്ക് എത്തിക്കാനും അതിനെപ്പറ്റി എപ്പോഴും ജാഗരൂകരായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള
ക്യാമ്പയിനുകൾ മറന്നു പോകുന്നത്? അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു എയ്ഡ്സ് ഡേ ഉണ്ട്, എയ്ഡ്സ് ഡേക്ക് അപ്പുറത്തേക്ക് നമ്മൾ എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രചാരണങ്ങളിൽ നിന്നും ആ തരത്തിലുള്ള നിർദ്ദേശങ്ങളിൽ നിന്നും നിയന്ത്രണങ്ങളിൽ നിന്നും മുന്നറിയിപ്പിൽ നിന്നൊക്കെ മാറിപ്പോകുന്നത്? എവിടെയാണ്, എന്താണ് സംഭവിക്കുന്നത് ശ്രീ ചിറക്കര? അത് സംഭവിച്ചത് പരാജയം തന്നെയാണ്. തുടർച്ചയായ HIV വിരുദ്ധ അല്ലെങ്കിൽ HIV-ക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ HIV വരാതിരിക്കാൻ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള പ്രചരണങ്ങൾ ഗവൺമെന്റുകൾ തുടരേണ്ടതാണ്. പക്ഷെ പലപ്പോഴും പ്രയോറിറ്റി ഉണ്ട്. നമുക്ക് അത് കോവിഡ് വന്നപ്പോൾ സകലതും കൈവിട്ടുപോയി. കേരളത്തിലും ഇന്ത്യയിലൊക്കെ ക്ഷയരോഗം കൂടുകയാണ്. ക്ഷയരോഗികളെ കണ്ടുപിടിക്കുന്ന താമസം ഉണ്ടായി. HIV പോലും പരിശോധന ഒരുപാട് താമസിച്ചു. പലരുടെയും നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നിയന്ത്രിക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഈ റിസോഴ്സ് നമുക്ക് എപ്പോഴും പറയില്ലേ, നമുക്ക് ധനം എന്ന് പറയുന്നത് പരിമിതമാണ്. ഈ ഉള്ള ധനമാണ്. ഒരു കുടുംബ ബജറ്റ് പോലെയാണ് രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ബജറ്റ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അത്യാവശ്യം വീട്ടിലൊരു മരണോ അല്ലെങ്കിൽ പെട്ടെന്നൊരു അടിയന്തരം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബ ബജറ്റ് തകർന്നു. അതുപോലെയാണ് രാജ്യത്തിന്റെയും സംസ്ഥാനങ്ങളുടെയും ബജറ്റുകൾ പെട്ടെന്ന് തകർന്നുപോയി. കാരണം ആരോഗ്യ ബജറ്റ് എല്ലാം കൂടെ കോവിഡിലേക്ക് വിടുന്നു. അപ്പോൾ മനഃപൂർവ്വമുള്ള ഉദാസീനത എന്ന എല്ലാ അർത്ഥത്തിലല്ലേ പറഞ്ഞത്, സ്വാഭാവികമായി ഉണ്ടാകും. പിന്നെ സർക്കാരുകൾ ഞാൻ പറഞ്ഞില്ല, എല്ലാം നമ്മൾ ഇന്ത്യയും കേരളമൊക്കെ എല്ലാം ഫ്രണ്ടിലാണെന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ ജനങ്ങളിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സുരക്ഷിതത്വം ഇനി കുഴപ്പമില്ലാതെ ഇത് രണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഇത് കൂടാതെ നമ്മൾ HIV പ്രവർത്തനങ്ങൾക്ക് മറ്റ് ലോകാരോഗ്യ സംഘടന പോലുള്ള പ്രസ്ഥാനങ്ങൾ പറയുന്ന രീതിയിൽ പ്രവർത്തനം തുടരേണ്ടതാണ്. അപ്പൊ അവിടെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വളരെ മോശമെന്നല്ല പറയുന്നത്, പക്ഷെ നമുക്ക് കോവിഡ് മൂലവും അല്ലെങ്കിൽ HIV മരുന്നുകൾ ഉണ്ടെന്ന് പറഞ്ഞത് മൂലം ഉണ്ടാകുന്ന ഉദാസീനതയെ കൈകാര്യം ചെയ്യാനുള്ള നമ്മുടെ നിർബന്ധപൂർവമായ അല്ലെങ്കിൽ വളരെ ശ്രമകരമായ കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ എന്നോട് ചോദിച്ചത് പോലെ ഇപ്പൊ അതിനെപ്പറ്റി ഒന്നും കേൾക്കുന്നില്ലോ എന്ന് പറയുന്നത്. പിന്നൊരു കാര്യമുണ്ട്, പണ്ടത്തെ കാലത്ത് HIV വന്നപ്പോൾ മരുന്നുകളെ ഇല്ലായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് പല പ്രശ്നങ്ങളും ഡോക്ടർമാരൊക്കെ പറഞ്ഞില്ല ഇതൊരു മരണ വാർത്തയാണ്, HIV വന്നാൽ മരിക്കുക എന്നുള്ള ഉറപ്പാണ്. അപ്പൊ ആ സ്ഥിതി മാറിയിട്ടുണ്ട്. HIV വന്നു കഴിഞ്ഞാൽ HIV ഉള്ള ആളും മറ്റൊരാളും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മരുന്ന് കഴിച്ച് HIV ഉള്ള ഒരാളുടെ രക്തം പരിശോധിച്ചാൽ പോലും ഒരുപക്ഷെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരാളുടെ രോഗാവസ്ഥ നിയന്ത്രിച്ചു നിർത്തുന്ന രീതിയിൽ മരുന്നുകൾ വന്നിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണെങ്കിൽ പോലും അത് അനാവശ്യമായിട്ടുള്ളൊരു ധൈര്യം അല്ലെങ്കിൽ ഒരു ഫാൾസ് നമ്മുടെ കോൺഫിഡൻസ് സമൂഹത്തിൽ കൊടുക്കാൻ പാടില്ല. അപ്പൊ ആ രീതിയിലും പ്രചരണങ്ങൾ വേണം. ഇപ്പൊ ഈ HIV-യുടെ അവതാരകർ പറഞ്ഞതുപോലെ HIV പറ്റിയുള്ള പ്രചരണങ്ങളൊക്കെ ഞാൻ പോലും കേട്ടിട്ട് ഒരുപാട് നാളായിട്ടുണ്ട്. അപ്പൊ അതൊരു പരാജയം തന്നെയാണ്. മനഃപൂർവ്വമായ പരാജയം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിനകത്ത് അടിയന്തര ശ്രദ്ധ വേണം. ഇത്തരം പുതിയ വാർത്തകൾ വന്ന സ്ഥിതിക്ക് നമ്മൾ ഉടനടി തന്നെ HIV രംഗത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ലാൻഡ്സ്കേപ്പിംഗ് എന്താണ് നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അടിസ്ഥാന വിവരം വേണം. വസ്തുതകൾ ഒളിച്ചു വെക്കുകയും ചെയ്യും. ഇപ്പൊ കോവിഡിലൊക്കെ നമ്മൾ ഒരുപാട് ഒളിച്ചു വെച്ചിങ്ങനെ നാണക്കേടായി. HIV-യുടെ കാര്യത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്, ഇത് നമുക്കൊരു പറയില്ല, നമ്മളിപ്പോ ഈ ആന്റിനേറ്റൽ ക്ലിനിക്കുകൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ ചിറക്കര മധു സൂചിപ്പിച്ചപ്പോൾ DMO ഇവിടെ തുറന്നു പറയുകയുണ്ടായി, ലഹരി ഉപയോഗിച്ചതാണ്, ലഹരി ഒരേ സിറിഞ്ചിലൂടെ കുത്തിവെച്ചതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതെന്ന്. നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതായത് ലഹരി ഉപയോഗിക്കുമ്പോൾ ഭാവിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ് എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നത്, എപ്പോഴും പറയുന്നത്. അതിനെ തുടർന്നുണ്ടാകുന്ന അക്രമ സംഭവങ്ങളൊക്കെ അവിടെയാണെങ്കിലും രോഗങ്ങളെ പറ്റി പറയുമ്പോൾ. പക്ഷേ ഇവിടെ ഇതാ വളരെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള വൈറസ് ബാധ പടർന്നു പിടിക്കുകയാണ്. അത് 10 പേരിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ശ്രീ ചിറക്കര മധു അങ്ങ് എക്സൈസ് ഉദ്യോഗസ്ഥനായിരുന്ന കാലഘട്ടത്തിലേക്കുള്ള ആ ഒരു കാലഘട്ടത്തിലേക്ക് കൂടി കടക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ലഹരി സംഘങ്ങൾക്കിടയിൽ ഈ ഒരു വൈറസ് ബാധയുടെ ഇത്തരത്തിലുള്ള രോഗബാധ ഏതു തരത്തിലാണ് പടർന്നു പിടിക്കാറ്, അതെങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടാറ്, അത് ഒന്നും തന്നെ പുറത്തു വരാത്തതാണോ, എന്താണ് ആ തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എനിക്കൊന്ന് പങ്കുവയ്ക്കാമോ? ഡോക്ടർ ലാൽ അദ്ദേഹത്തിന്റെ വർത്തമാനത്തിന്റെ ഇടയ്ക്ക് HIV ബാധിച്ച ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞ കഥ പറയുകയുണ്ടായി. അപ്പൊ അത് കുറച്ച് മുമ്പ് ഒരു 23 വർഷം മുമ്പ് എനിക്കുള്ളൊരു അനുഭവം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ ബാക്കി പറയാം. അതായത് 2002 ഞാനന്ന് അധ്യാപകനായിരിക്കുന്ന സമയത്ത് കൊല്ലം ജില്ലയിലെ ഒരു സ്കൂളിൽ നിന്നും 2 കുരുന്നു കുട്ടികളെ HIV ബാധിച്ചു എന്നുള്ളതിന്റെ ഒറ്റ കാരണം കൊണ്ട് പുറത്താക്കുകയുണ്ടായി. അത് വലിയൊരു ഇഷ്യൂ ആയതാണ്. ഇന്ത്യൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട പ്രശ്നമാണ്. ബെൻസി എന്നാണ് കുട്ടികളുടെ പേര്. അപ്പൊ ആ കുട്ടികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അവർ വീട്ടിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് പോസ്റ്റ് ചെയ്ത അധ്യാപകൻ ഞാനായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാനിതോടെ എടുത്തു പറയുന്നത്. അന്ന് ഞാൻ സ്കൂളിൽ അധ്യാപകനായി വർക്ക് ചെയ്യുന്ന സമയമായിരുന്നു. അപ്പൊ അത് വാസ്തവത്തിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു സംഗതി തന്നെയാണ്. അതായത് HIV ബാധിച്ച ഒരാളിന്റെ അടുത്തിരിക്കാനോ അയാളോട് ഇടപെടുന്നതിനോ അയാളിരുന്ന സീറ്റിലിരിക്കുന്നതിനോ ഉള്ള ഭയം അന്ന് ജനങ്ങളിൽ ഉണ്ടായിരുന്നു. നമ്മൾ കരുതി പിന്നെ അത് കുറയുമെന്ന്. പക്ഷെ കുറയുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് HIV ബാധിച്ചു എന്ന് വന്നാൽ
അത് ഞാൻ എൻ്റെ ഭാര്യയോട് പോലും പറയാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അത് നമ്മൾ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. അത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്ന് പറഞ്ഞാൽ ഈ സ്റ്റിഗ്മയാണ്, സമൂഹത്തിന്റെ സ്റ്റിഗ്മ. സമൂഹം അവരെ അകറ്റി നിർത്തുമെന്ന ഭയമാണ് HIV തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾ വരുമ്പോൾ രഹസ്യമാക്കി വെക്കുന്നതിനുള്ള കാരണം. ഇപ്പൊ തന്നെ 10 പേർക്ക് ബാധിച്ചു എന്ന് നമ്മൾ പറഞ്ഞാൽ ഈ ബാധിച്ച 10 പേരുടെ വീട്ടിൽ ആർക്കൊക്കെ ബാധിച്ചിട്ടുണ്ടാവും. അവരുടെ ലൈംഗിക പങ്കാളികൾക്ക്, ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക്, മറ്റുള്ളവർക്ക് ബാധിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അവർ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ പോകാൻ സാധ്യതയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇത് നമ്മൾ കർശനമായ നടപടികളിലൂടെ, അത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആയാലും മറ്റ് വകുപ്പുകളായാലും സാമൂഹ്യ ക്ഷേമ വകുപ്പായാലും സാമൂഹ്യ നീതി വകുപ്പായാലും വളരെ കർശനമായിട്ട് നമ്മൾ ഈ ഒരു ഇഷ്യൂവിനെ ബന്ധപ്പെട്ടേ പറ്റൂ. കാരണം മയക്കുമരുന്ന് എന്ന് പറയുന്ന സംഗതിയിലൂടെ ഏറ്റവും പെട്ടെന്ന് കിട്ടുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു വിപത്താണ് HIV എന്ന് പറയുന്നത്. ഞങ്ങളുടെ ജോലിയുടെ ഇടയ്ക്ക് മയക്കുമരുന്ന് വിൽപ്പന നടത്തിയ ഒരാളെ പിടികൂടിയപ്പോൾ അയാൾ നമ്മുടെ ജീവനക്കാരെ ഭയപ്പെടുത്തിയത്, ഞാൻ HIV ബാധിതനാണ്, അതുകൊണ്ട് എന്നെ പിടിക്കുന്നത് സൂക്ഷിച്ചു വേണമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി ഉണ്ടായ ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ അത് ഒരു 10 കൊല്ലത്തിന് മുമ്പ് നടന്ന സംഭവമാണ്. അപ്പൊ അന്ന് മുതൽ തന്നെ ഈ HIV-യും ഡ്രഗ് ഉപയോഗവും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട്. പക്ഷേ ഇത് ഡ്രഗ് എന്ന് പറയുന്നതിനുള്ള ആസക്തി കൊണ്ട് HIV വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടൊന്നും അല്ല ഡ്രഗ് ഉപയോഗിക്കുന്നത്. അപ്പൊ അവർ മനസ്സിലാക്കേണ്ട കാര്യം, വളരെ പെട്ടെന്ന് ഇത്തരം മാരകമായ രോഗങ്ങൾ വരികയും നമ്മുടെ വീട്ടിലിരിക്കുന്നവർക്ക് പോലും അപകടം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അതുകൂടി ഈ ചെറുപ്പക്കാരായ ആളുകൾ, കുട്ടികൾ, യുവാക്കൾ, മയക്കുമരുന്നിലേക്ക് പോകുന്നവർ ഈ ഒരു വിപത്തിനെ കുറിച്ച് കൂടി ബോധവാന്മാരാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ഇപ്പോൾ നമുക്കൊപ്പം തത്സമയം അഷ്റഫ് അമ്പലത്തിങ്ങൽ, വളാഞ്ചേരി നഗരസഭാ ചെയർമാനാണ്. അദ്ദേഹം തത്സമയം ചേരുകയാണ്. ശ്രീ അഷ്റഫ്, ഏത് ഘട്ടത്തിലാണ് ഈ 10 പേർക്ക് HIV സ്ഥിരീകരിക്കുന്നതും അവർക്ക് ഈ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് അല്ലെങ്കിൽ അത് പടർന്നു പിടിച്ചത് ഒരു സിറിഞ്ചിലൂടെ ലഹരി ഉപയോഗിച്ചതിലൂടെയാണെന്ന് നിങ്ങൾ കണ്ടെത്തുകയും ചെയ്ത് എപ്പോഴാണ്? ഇന്ന് അതിരാവിലെ തന്നെ ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ഒക്കെ കേൾക്കാനിടയായ സംഭവം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധനകൾ നടത്തിയപ്പോൾ മയക്കുമരുന്ന് സിറിഞ്ചിലൂടെ ഉപയോഗിച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അതുപോലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ ജില്ലാ തലത്തിലുമൊക്കെ ആയിട്ട് നടത്തിയ സംയുക്ത പരിശോധനയിൽ ഇത്തരം ആളുകളെ കസ്റ്റഡിയിൽ എടുക്കുകയും ആ എടുത്ത ആളുകൾക്ക് നിയമാനുസൃതമായിട്ടുള്ള രക്തപരിശോധനകൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു HIV ബാധിത ആയിട്ട് കണ്ടെത്തിയത്. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തന്നെ നമുക്കറിയാം, ഇതര സംസ്ഥാന തൊഴിലാളികള് അവരെയാണ് പരിശോധിച്ചത്. അപ്പോൾ അതേ ആളുകള് ഇതേ സിറിഞ്ച് വീണ്ടും ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതേ സിറിഞ്ചുകൾ ഉപയോഗിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള ആളുകളെ കൂടി ഇതുമായി ബന്ധപ്പെട്ട ആളുകളെയും പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഇപ്പോഴും ഔദ്യോഗികമായിട്ട് ആണ് എന്നോ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഇവിടെ പൊന്നാനി ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് ഇതിനെ സംബന്ധിച്ചുള്ള പരിശോധനകൾ നടന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഇപ്പോൾ ഇന്നത്തെ കേരളത്തിൽ ഇവിടെ വളാഞ്ചേരിയിൽ മാത്രമല്ല, ജില്ലയിൽ മാത്രമല്ല, സംസ്ഥാനത്തുടനീളം ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയും രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലഹരിക്ക് സിറിഞ്ച് ഒക്കെ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലുള്ള വളാഞ്ചേരി മാത്രം ഉൾക്കൊള്ളുന്ന സ്ഥിതിവിശേഷമല്ല, അത് സംസ്ഥാനത്തൊട്ടേക്കുണ്ട്. വളാഞ്ചേരിയിൽ മാത്രമുള്ള ഒരു സ്ഥിതിവിശേഷമല്ല. വളാഞ്ചേരിയും മലപ്പുറവും കേരളവും ആകെ വൈറസ് ബാധ പടർന്നു പിടിക്കാനുള്ള സാഹചര്യം എത്രത്തോളം ഗൗരവതരമാണെന്നുള്ളതുമാണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ള പാനലിസ്റ്റുകളും നേരത്തെ മലപ്പുറം DMOയും ഒക്കെ പറയുന്നത്. ശ്രീ അഷ്റഫ് അമ്പലത്തിങ്ങൽ, ഇവിടെ നമുക്ക് എങ്ങനെ HIV-യെ പ്രതിരോധിക്കാം, എങ്ങനെ ഈ വൈറസ് ബാധയെ നേരിടാം എന്ന ചോദ്യത്തിനപ്പുറത്തേക്ക് അതിലും പ്രസക്തമാകുന്ന ഒരു ചോദ്യമാണ് ഈ ലഹരിയുടെ ഉപയോഗത്തിനിടയിലാണ് ഈ വൈറസ് ബാധ ഉണ്ടായതെന്നിരിക്കെ ആദ്യം നമുക്ക് ഇല്ലാണ്ടാക്കേണ്ടത് ഈ ലഹരിയുടെ വ്യാപകമായിട്ടുള്ള ഉപയോഗത്തെയാണ്. ഇത് സംഘം ചേർന്നുള്ള ഈ ഉപയോഗമൊക്കെയാണ്. ഈ എത്ര പേരിലായിരുന്നു അവിടെ പരിശോധന ഇങ്ങനെ നടത്തിയത്? മാത്രവുമല്ല, ലഹരിയുടെ ഉപയോഗം വലിയ തോതിൽ നടക്കുന്ന ഒരു സ്ഥലമാണോ? ഈ പരിശോധന നടന്നു എന്നും പറയുന്ന സമയം ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ്. വളരെ നിരുത്തരപരമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്, ആരോഗ്യ വകുപ്പ് അടക്കമുള്ള ഡിപ്പാർട്ട്മെന്റ് വളരെ നിരുത്തരപരമായിട്ടാണ് ഇത്തരം ആളുകൾക്ക് ആദ്യം 3 ആളുകളെ കണ്ടെത്തി,
പിന്നീട് അവരുമായി പിന്നെ ബന്ധമുള്ള അല്ലെങ്കിൽ അവരുമായി ആശയവിനിമയം ഒക്കെ നടത്തിയ അല്ലെങ്കിൽ ഈ സിറിഞ്ച് വീണ്ടും ഉപയോഗിച്ച ആളുകളിൽ കൂടി കണ്ടെത്തിയിട്ട് അവരെയും കൂടി ഈ ടെസ്റ്റ് നടത്തിയപ്പോൾ അവർക്കും HIV ബാധിതരാണ് എന്നുള്ള ഇത് കണ്ടെത്താൻ കഴിഞ്ഞു. അപ്പോൾ ഇതിനൊക്കെ പെട്ടെന്ന് സഡൻ ആയിട്ടുള്ള ആക്ഷൻ ഒക്കെ എടുക്കണം. ജനുവരിയിലും ഫെബ്രുവരിയിലും നടത്തിയ ഒരു ടെസ്റ്റിന്റെ റിസൾട്ട് ഇന്ന് മാതൃഭൂമി അടക്കമുള്ള പിന്നെ മാധ്യമങ്ങൾ പുറത്തു വിട്ടപ്പോഴാണ് ആരോഗ്യ വകുപ്പിലെ ആളുകൾ പോലും ഇത് അറിയുന്നത്. മാത്രമല്ല, ഇത് വളാഞ്ചേരി നഗരസഭയിലെ ബസ് സ്റ്റാൻഡ് ഉണ്ട്. ബസ് സ്റ്റാൻഡില് ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ട്. നഗരസഭ സൗജന്യമായിട്ട് അവർക്ക് നൽകിയ ഒരു എയ്ഡ് പോസ്റ്റ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ മനോഹരമായിട്ട് പെയിന്റ് അടിക്കുകയും വർണ്ണ ചിത്രങ്ങളൊക്കെ ഞങ്ങൾ നൽകിയും, പക്ഷെ ഈ നാളിതുവരെ ആയിട്ട് അവിടെ ഒരു പോലീസിനെ ഒരു നിരീക്ഷണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചുമതല പോലും നടന്നില്ല. വളാഞ്ചേരിയിലുള്ള കാര്യം മാത്രമല്ല, സംസ്ഥാനത്തും ജില്ലയിലും ഒക്കെ നടക്കുന്ന സംഭവമാണ്. നഗരസഭകൾക്ക് ഈ ലഹരി മാഫിയകൾക്കെതിരെയുള്ള നടപടികൾ എടുക്കാനോ മറ്റുള്ള അധികാരങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് ജനകീയമായിട്ട് ബോധവൽക്കരണം നടത്തുകയും ജാഗ്രതാ സമിതികളും അതുപോലെ തന്നെ പരാതികളും ഒക്കെ എത്തുന്ന മുറക്ക് അതിനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ആദ്യഘട്ട പരിശോധന നടത്തിയതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ മുന്നറിയിപ്പോ ഒന്നും തന്നില്ലേ നഗരസഭയ്ക്കോ അവിടെയുള്ള ജനങ്ങൾക്കോ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ആളുകൾക്കോ ഒന്നും? പരിശോധിക്കുക മാത്രമാണോ ആരോഗ്യവകുപ്പ് ചെയ്തത്? ഞാൻ നിലവിൽ ഇപ്പോൾ മെഡിക്കൽ ഓഫീസർ അടക്കമുള്ള ആളുകൾ, നിങ്ങളുടെ ഈ വാർത്ത കണ്ടതിന് ശേഷം മെഡിക്കൽ ഓഫീസർ അടക്കമുള്ള ആളുകളായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഇത്തരം ആളുകളൊന്നും ഈ PSCയിലോ മറ്റുള്ള ആരോഗ്യ സ്ഥാപനങ്ങളിലോ വന്നതല്ല. ഇത് സംയുക്തമായിട്ടുള്ള എക്സൈസ് ഡിപ്പാർട്ട്മെന്റും പോലീസിന്റെ ഒക്കെ ഒരു പരിശോധനയിൽ ലഹരിക്ക് ഉപയോഗപ്പെടുന്ന ആളുകളെ പിടിക്കപ്പെട്ടപ്പോൾ അവരുടെ പ്രാഥമികമായിട്ടും നിയമപരമായിട്ട് സ്വീകരിക്കേണ്ട നിലപാട് നടപടിക്രമത്തിന്റെ ഭാഗമായിട്ട് ടെസ്റ്റ് നടത്തിയപ്പോഴാണ് ഇത്തരം ഭീകരമായിട്ടുള്ള വൈറസ് ബാധ ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായും അപ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ നിരുത്തരപരമായുള്ള പ്രവർത്തനം മൂലമാണ് ഈ മാഫിയക്ക് അല്ലെങ്കിൽ ഇത്തരം ആളുകൾക്ക് ഇങ്ങനെ യഥേഷ്ടം പിന്നെ നടക്കാനുള്ള സംവിധാനം ഉണ്ട്. ഇപ്പൊ വളാഞ്ചേരിയിൽ തന്നെ ഈ ലഹരി വിമുക്തവുമായി ബന്ധപ്പെട്ട ജാഗ്രതാ സമിതികളൊക്കെ പല സമയങ്ങളിലായിട്ട് പല സ്ഥലങ്ങളിലും സിറിഞ്ചടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ബന്ധപ്പെട്ട ആളുകൾ നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ആളുകൾ ഈ ഒരു യഥേഷ്ടം അവർക്ക് യാതൊരു പ്രയാസവും ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നത്. പേരിന് മാത്രം 1-2 ആളുകളൊക്കെ അവിടെ ഇവിടെയും പിടിച്ചു എന്നുള്ളതും അതെ അത്തരം ആളുകൾ തന്നെ നമ്മുടെ നിയമത്തിന്റെ സ്ഥിതിയിൽ നിന്ന് വളരെ ലാഘവത്തോട് കൂടിയിട്ട് 2 ആഴ്ചയോ 3 ആഴ്ചയോ കഴിയുമ്പോൾ തിരിച്ചിറങ്ങി വരുന്ന ഒരു നിയമ വ്യവസ്ഥയാണ് നമുക്കുള്ളത്. തീർച്ചയായിട്ടും ആ നിയമവ്യവസ്ഥ മാറിയെങ്കിൽ മാത്രമേ ഈ ഒരു മഹാവിപത്തിനെ നമുക്ക് നാട്ടിൽ നിന്ന് തുടച്ചു നീക്കാൻ അല്ലെങ്കിൽ നീക്കം ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ നഗരസഭയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗിക വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇനി എന്ത് ചെയ്യാനാണ് നഗരസഭ ഉദ്ദേശിക്കുന്നത്? എന്ത് ചെയ്യാനാണ് ഈ ലഹരിക്കെതിരെ വൈറസ് വിബാധയിലും? ഇതില് എവിടെയാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഔദ്യോഗികമായുള്ള അറിയിപ്പ് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ നിന്നും നഗരസഭയ്ക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് ലഭിച്ചിട്ടില്ല. ഔദ്യോഗികമായിട്ട് വളാഞ്ചേരിയിലെ ക്രമസമാധാന ചുമതലയുള്ള പോലീസിനോ എക്സൈസിനോ ഒന്നും ഇതുവരെ ആരാണ്, എവിടെയാണ്, ഏത് റൂമിലാണ്, ഏത് വീട്ടിലാണ് എന്നുള്ളതിന്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. ശ്രീ SS ലാൽ, അത് നോക്കൂ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലൂടെയാണല്ലോ സ്വാഭാവികമായിട്ടും ഇത് വളരെ വലിയൊരു സാമൂഹ്യ പ്രശ്നമായി മാറുകയാണ്. ഇതിനെതിരെയുള്ള പ്രതിരോധ നടപടികളൊക്കെ സ്വീകരിക്കേണ്ടത് നഗരസഭാ ചെയർമാൻ പറയുന്നതാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. അത് ചില കാര്യങ്ങൾ വ്യക്തത വേണ്ടതുണ്ട്. ഒരു 4 നൂറ്റാണ്ടിലധികമായിട്ട് HIV പ്രതിരോധ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ആരോഗ്യ പ്രവർത്തക ഡോക്ടർ എന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ എനിക്ക് പറയാൻ പോകാതെ കഴിയില്ല. അതെന്താണ് ഞാൻ നേരത്തെ കൈ കാണിച്ചത്. ഇത് ഈ എക്സൈസും പോലീസും മയക്കുമരുന്നും മദ്യവും ഒക്കെ പിടിക്കുന്നത് പോലെ അല്ല HIV കാണേണ്ടത്. രോഗത്തിന്റെ കാര്യത്തിൽ ഒരു പോലീസിങ് പാടില്ല. അതുകൊണ്ടാണ് കോവിഡ് വന്നപ്പോഴത്തെ പോലീസിനെ പട്ടാളത്തിനൊക്കെ ഇറക്കുമെന്ന് പറഞ്ഞപ്പോൾ പൊതുജനങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പോലും മടിച്ചത്, ഭയന്നുപോയത്. അപ്പൊ HIV കാര്യത്തിൽ നമ്മൾ വളരെ സൂക്ഷിക്കണം. മനുഷ്യർക്ക് മനുഷ്യാവകാശങ്ങളുണ്ട്. HIV ഉള്ളവരും മനുഷ്യാവകാശമുണ്ട്. HIV അല്ല ഏത് രോഗം ഒരാളുടെ കുറ്റമല്ല. നമുക്ക് പ്രകടമായി തോന്നും അവർ കുത്തിവെപ്പെടുത്തുകൊണ്ടല്ലേ എന്ന് തോന്നും, കുത്തിവെപ്പെടുത്തുകൊണ്ടല്ലേ വന്നത്. പക്ഷേ ഈ കുത്തിവെപ്പിലേക്കൊക്കെ മനുഷ്യരെ നയിക്കുന്ന ഒരുപാട് സാമൂഹ്യ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. കാരണം എല്ലാ സമൂഹത്തിലും മനുഷ്യരുടെ എല്ലാ തട്ടിലുള്ള എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കിടയിലും HIV ഇതുപോലത്തെ രോഗങ്ങളൊക്കെ ഉണ്ട്. രോഗം വരുന്നൊരു കുറ്റവാളിയായിട്ട്, ഒരു ക്രിമിനൽ കുറ്റവാളിയായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇത് മുഴുവൻ തകിടം പറയും.
പോലീസും എക്സൈസും ഒന്നല്ല ആൾക്കാരെ പിടിച്ചുകൊണ്ട് വെച്ച് പരിശോധിക്കേണ്ട. അഥവാ അവർക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാലും അത് ആരോഗ്യവകുപ്പിന് കൈമാറുകയാണ് വേണ്ടത്. രോഗത്തിന്റെ കാര്യത്തിൽ പോലീസിംഗ് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്തിരുന്നപ്പോൾ തന്നെ 80കളിൽ HIV പരിശോധന നടത്തിയിരുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ലബോറട്ടറിയാണ് കേരളത്തിൽ ആദ്യമായിട്ട് മൈക്രോബയോളജി. അവരുടെ കള്ളപ്പേരിലാണ് HIV ടെസ്റ്റിന് ആൾക്കാർ ബ്ലഡ് കൊടുക്കാൻ വന്നിരുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റി, ഈ പോസിറ്റീവ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളെ തെരഞ്ഞു പിടിച്ച് അയാൾക്കും അയാളുടെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ കൗൺസിലിംഗ് കൊടുക്കാൻ അവസരം നഷ്ടപ്പെട്ടു. മെഡിക്കൽ കോളേജ് നടത്തിയപ്പോൾ പോലും ജനങ്ങൾക്ക് ഭയമായിരുന്നു. അപ്പൊ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന പോലീസോ എക്സൈസോ പിടിച്ചുകൊണ്ട് പോയി HIV ടെസ്റ്റ് നടത്തുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും അങ്ങനെ പാടില്ല. ആരോഗ്യവകുപ്പിനോട് ഉപദേശം കൊടുക്കാൻ ആരോഗ്യവകുപ്പ് അത് ചെയ്യേണ്ടതാണ്. ഇവിടെ കാണുന്ന ആരോഗ്യവകുപ്പിന്റെ പരാജയം കൂടിയാണ്. ആരോഗ്യവകുപ്പിന് ഇത്തരം കാര്യങ്ങളിൽ യാതൊരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ യാതൊരു കൈകാര്യം ചെയ്യുന്നതിൽ ഒരു അവകാശമില്ലാത്ത പോലെ ഇപ്പോൾ നിൽക്കുന്നത് മോശമാണ്. ഈ കേട്ട കാര്യങ്ങൾ ശരിയാണെങ്കിൽ അത് വൈദ്യശാസ്ത്രത്തിനും മനുഷ്യാവകാശത്തിനും ഒക്കെ എതിരാണ്. HIV വരുന്നത് ഇപ്പോൾ ഇതിൽ ആർക്കും HIV വരാം. HIV നമ്മൾക്കൊക്കെ തന്നെയാണ് HIV വരുന്നത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയുള്ള കാരണങ്ങൾ രക്തം സ്വീകരിച്ചതിന് HIV വന്നിട്ടുണ്ട് ഓപ്പറേഷൻ സ്ഥലത്ത്. അതൊക്കെ ഇപ്പോൾ വളരെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും. അപ്പോൾ രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ കുറ്റവാളിയല്ല. സഹാനുഭൂതിയോടെ അയാളെ കൈകാര്യം ചെയ്യണം. ആർക്ക് രോഗം വന്നാലും ഒരാളും രോഗം HIV വരണമെന്നും പറഞ്ഞ് ചെയ്യുന്നതല്ല. HIV വന്നു പോയി കഴിഞ്ഞാൽ അതായത് ഡോക്ടർമാർക്ക് HIV വന്നിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് രാഷ്ട്രീയക്കാർക്ക് വന്നിട്ടുണ്ട്, ഇപ്പോഴും ഉള്ളവരുണ്ട്. അപ്പൊ നമ്മൾ ഒരാളെ കുറ്റവാളിയായിട്ട് പിടിച്ചുകൊണ്ട് പോയി ഇവൻ മയക്കുമരുന്ന് ഉപയോഗിച്ചവനാണ് കുറ്റവാളിയാണ്, അതുകൊണ്ട് HIV കുറ്റവാളിയായിട്ട് അവരെ മാറ്റരുത്. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. 4 നൂറ്റാണ്ടായിട്ട് നമ്മൾ ഈ മേഖലയിൽ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അത് വളരെ കെയർഫുൾ ആകണം. ഇതിനകത്ത് എപ്പോഴും മാർജിനിലെ ശാരീരികവൽക്കരിക്കപ്പെട്ട മനുഷ്യനകത്ത് പെട്ടുപോകും. സ്ത്രീകള്, ദരിദ്രര്, കോളനി നിവാസികള്, അല്ലെങ്കിൽ അതിഥി തൊഴിലാളി നമ്മുടെ നാട്ടുകാരാണ്. നമ്മളും പല സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിൽ അതിഥി തൊഴിലാളിയാണ് കേരളീയർ. അപ്പൊ അങ്ങനെയുള്ളവരെ ഒറ്റപ്പെടുത്തി കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്ന് രോഗനിയന്ത്രണം സാധ്യമല്ലാതെ വരും, 2 മനുഷ്യാവകാശ ലംഘനം വ്യാപകമായിട്ടുണ്ടാകും. ശരി. ഞാൻ അവസാനമായി ശ്രീ ചിറക്കര മധുവിലേക്ക് കൂടിയാണ്. ഇവിടെ ഈ ലഹരിക്കെതിരെ വിവിധ വകുപ്പുകൾ ചേർന്നുകൊണ്ട് ഒരുമിച്ച് ഇതിനെ നേരിടാമെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സൂചിപ്പിച്ചൊരു കാര്യം. ഇന്നിപ്പോൾ നമുക്ക് ഈ എത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ വാർത്ത, ഈ സംഭവം എന്ന് പറയുന്നത് അതിൽ എക്സൈസ്, ആരോഗ്യ, തദ്ദേശ വകുപ്പുകളൊക്കെ ഒരുമിക്കേണ്ടുന്ന ഒരു വിഷയം കൂടിയായി മാറുന്നു എന്നതിൽ സംശയമില്ല. നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്ന വലിയ രീതിയിൽ നമ്മൾ ആശങ്കപ്പെട്ട ഒന്നിലേക്ക് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നു. സിറിഞ്ച് ഉപയോഗത്തിലൂടെ 10 പേർക്ക് HIV ബാധ. ഇനിയും കൂടുതൽ ഇടങ്ങളിലേക്ക് പരിശോധന നടത്തുമ്പോൾ എന്താകുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ നിലവിൽ എവിടെ വരെ എത്തി നിൽക്കുന്നു? ഇനി നമുക്ക് ഇതിൽ നിന്ന് രക്ഷ നേടാൻ എത്രത്തോളം നമുക്ക് സാധ്യമാകും? എങ്ങനെയാണ് ഇതിൽ നിന്നൊരു മുക്തി നേടാനാവുക കേരളത്തിന് ഈ രാസലഹരിയുടെ ഉപയോഗത്തിൽ നിന്ന്? രാസലഹരിയുടെ ഉപയോഗം നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെയും സമൂഹത്തിൽ നിന്നുള്ള പിന്തുണ ലഭിച്ചിട്ട് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. എക്സൈസോ പോലീസോ ആരോഗ്യവകുപ്പോ മാത്രം ശ്രമിച്ചുകൊണ്ട് തീരുന്ന കാര്യങ്ങളല്ല. ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ തരത്തിലുള്ള യൂണിറ്റുകളെയും കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ മുഖ്യമന്ത്രിയുടെ തന്നെ നേതൃത്വത്തിൽ ഈ ഒരു പ്രശ്നത്തെ നേരിടാനായിട്ട് ഒരു സന്നദ്ധ സംഘം തന്നെ രൂപീകരിക്കുകയാണ്. ആ സന്നദ്ധ സംഘം രൂപീകരിക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു വിപത്തിനെ കുറിച്ച് കൂടി നമ്മൾ കൂടുതൽ ബോധവാന്മാരാവുകയാണെങ്കിൽ ഈ ഒരു സംഭവം ഇപ്പോഴുള്ള സ്ഥലത്ത് നമുക്ക് സ്റ്റില്ലാക്കാനും സീറോ ആക്കാനും, നമ്മൾ എല്ലാ കാര്യങ്ങളിലും ബി പോസിറ്റീവ് എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു പകർച്ചയുടെ കാര്യത്തിൽ ബി നെഗറ്റീവ് എന്നുള്ള ഒരു ചിന്താഗതി കൂടി നമ്മളിലേക്ക് വരികയും ചെയ്താൽ ഒരു കാരണവശാലും ഈ കൂടുതൽ ആളുകളിലേക്ക് ഇത് പകരാതിരിക്കും. മാത്രമല്ല, ഈ സിറിഞ്ചിലൂടെ കുത്തിവെക്കുന്ന മയക്കുമരുന്നുകൾ എന്ന് പറയുന്നത് 1-2 മില്ലി കൈവശം ഇരുന്നാൽ പോലും റിമാൻഡ് ചെയ്യപ്പെട്ട് ജയിലിൽ പോകുന്നതാണെന്ന് കൂടി നിയമവശം കൂട്ടി മനസ്സിലാക്കിയിരുന്നാൽ കുറെ കൂടെ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഭീതിയായി അവരിലേക്ക് ചെന്നാൽ തന്നെ കുറച്ചൊരു ഒഴിവായി വരുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ സമൂഹവും ഡിപ്പാർട്ട്മെന്റുകളും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നേരിടുന്ന ഈ ഡ്രഗ് എന്ന് പറയുന്ന മയക്കുമരുന്ന് എന്നുള്ള വിപത്തിലേക്ക് ഈ ഒരു സംഗതി കൂടി വന്നാൽ അതിനെ കൂടി നേരിടാൻ നമുക്ക് കഴിയുമെന്ന് തന്നെ ആശിക്കാം. പറഞ്ഞോളൂ. ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക്, ഒരു ആരോഗ്യ പ്രവർത്തന നിലയ്ക്ക് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ആർക്കെങ്കിലും HIV വന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് കാരണമായാലും, ഇപ്പൊ ഈ മയക്കുമരുന്ന് കുത്തിവെച്ചതിലൂടെ വന്നാൽ പോലും അവർ നമ്മുടെ സഹോദരങ്ങളാണ്, ഇവിടുത്തെ പൗരന്മാരാണ്. അവർക്ക് പൂർണ്ണ സമാധാനം കിട്ടുന്ന രീതിയിലായിരിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ. HIV വന്നു പോയാൽ അതിന് ഇപ്പോൾ തിരിച്ചു മാറ്റാവുന്ന ഒരു മരുന്നുമില്ല. പക്ഷേ HIV രോഗാണുബാധയുടെ കാഠിന്യം കുറയ്ക്കാൻ, അല്ലെങ്കിൽ വൈറസുകളുടെ എണ്ണം കുറയ്ക്കാനുള്ള ഇഫക്റ്റീവായിട്ടുള്ള മരുന്നുകളുണ്ട്. ദിവസം ഒരു നേരം കഴിച്ചാൽ മതി. അവർക്ക് സാധാരണ മനുഷ്യരെ പോലെ പ്രവർത്തിക്കാൻ കഴിയും, ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് ആർക്കെങ്കിലും ഇതിനല്ലാതെയോ, ഞാൻ പറഞ്ഞില്ലേ, ഒരു 25 ലക്ഷം പേർക്കെങ്കിലും ഇന്ത്യയിൽ HIV ഉണ്ട്. കേരളത്തിലും അതിന്റെ ചെറിയ പങ്കുണ്ട്. അപ്പോൾ HIV ആയിട്ട്
ജീവിക്കുന്നവർ ഭയന്നു പോകരുത്. അവർ നിങ്ങളും ഞങ്ങളുടെ സഹോദരന്മാരും നമ്മളുടെ ഒറ്റപ്പെടുത്തുകയും മാറ്റി നിർത്തുകയും ഒന്നുമല്ല വേണ്ടത്, ഒരുമിച്ച് തന്നെയാണ് നമുക്കിതിനെ നേരിടേണ്ടത്. ഞാൻ അവസാനമായി ശ്രീ അഷ്റഫ് അമ്പലത്തിങ്കലിനും കൂടി ഒരു ചോദിക്കുകയാണ്. അതായത് നിങ്ങൾ ആരോഗ്യവകുപ്പ് അറിയിച്ചില്ല എന്നൊക്കെ ഉള്ള കാര്യം പറഞ്ഞു. അതിനപ്പുറത്തേക്ക് നഗരസഭ സ്വമേധയാ ഈ ലഹരി ഉപയോഗത്തിനെതിരെ എന്ത് ചെയ്യാനാണ് ഇനി നിങ്ങൾ തയ്യാറാകുന്നത്? എന്തായാലും അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഞങ്ങൾ ഇതിനകം തന്നെ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പാൽ തന്നെ ഈ ലഹരി മാഫിയക്കെതിരെ, കാരണം വളാഞ്ചേരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളാഞ്ചേരിയിൽ തൊട്ടടുത്ത് 2-3 പഞ്ചായത്തുകളുണ്ട്. അവിടെയൊക്കെ പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ വളാഞ്ചേരി എന്ന് പറഞ്ഞുകൊണ്ടാണ് വരിക. വളാഞ്ചേരി ഒരു സെന്ററാണ്, ഒരു ടൗൺ ആയതുകൊണ്ട് 4 ഭാഗത്തു നിന്ന് 4 പഞ്ചായത്തുകളൊക്കെ വരുന്നത് കൊണ്ട് ഞങ്ങൾ ഒരു നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ജനകീയമായിട്ട് ഇതിനെ പ്രതിരോധിക്കുവാൻ മാത്രമേ കഴിയുള്ളൂ. അതിനാണ് സംസ്ഥാന തലത്തിൽ തന്നെ ഇതിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജാഗ്രതാ സമിതികൾ സംസ്ഥാന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വാർഡ് തലത്തിൽ വാർഡ് കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള നിലവിലൊരു കമ്മിറ്റി നിലവിലുണ്ട്. അത്തരം ആളുകൾ പ്രത്യേകിച്ചും ഇത്തരം റിപ്പോർട്ട് ചെയ്ത സ്ഥിതിക്ക് കൂടുതൽ പരിശോധനകൾ ആവശ്യമായിട്ട് വരും. അപ്പോൾ അടുത്ത ദിവസം തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഏകോപിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അടിയന്തര കൂടെ ചേർന്നുകൊണ്ട് ഇതിൽ സ്വീകരിക്കേണ്ട DMO ഉൾപ്പെടെയുള്ള ആളുകളും എല്ലാവരും ഇതിൽ ബന്ധപ്പെടുത്തുകൊണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും അടക്കം ജനകീയമായിട്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ ഇപ്പോൾ ഇവിടെ നേരത്തെയുള്ള ഒരു മാരകമായിട്ടുള്ള ലഹരി പദാർത്ഥം ഉപയോഗിച്ച ആളുകൾ ഇവിടെ നേരത്തെ ചർച്ചയിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു കുറ്റമല്ല, ഈ രോഗം വരിക എന്നുള്ളത് ഒരു കുറ്റമുള്ളത് കാര്യമല്ല. പക്ഷെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളെ അവരെ ടെസ്റ്റിന് വിധേയമാക്കിയപ്പോഴാണ് ഈ ഒരു മാരകമായിട്ടുള്ള വൈറസ് ഉണ്ടായത്, HIV ബാധിതത ഉണ്ടായത് കണ്ടെത്താൻ കഴിഞ്ഞത്. ആയതുകൊണ്ട് തന്നെ ഇത്തരം ഇതായിട്ട് നഗരസഭക്ക് ഒരു ജനകീയമായിട്ടുള്ള പ്രതിരോധങ്ങൾ ഓരോ വീട്ടുകളിലും നമ്മൾക്ക് ഉറപ്പിക്കാൻ കഴിയണം. നമ്മുടെ വീട്ടിൽ കുട്ടികളടക്കമുള്ള ആളുകളൊന്നും ഇത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഒരു ജനകീയ പ്രതിരോധത്തിലൂടെ ഇത്തരം ഒരു കൂട്ടായ്മയുള്ള പ്രവർത്തനത്തിലൂടെ കൂട്ടായ്മയോടെ ജനകീയ മുന്നേറ്റം അല്ലെങ്കിൽ ജനകീയമായി തന്നെ ഓരോ വീടുകളിലും ഒരാൾ പോലും ഈ ലഹരി ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളതാണ് ഇപ്പോൾ വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ സംസാരിച്ചത്. എന്തായാലും ഒരുപാട് നന്ദി അതിഥികൾ, ഡോക്ടർ SS ലാൽ, ഒപ്പം തന്നെ ചിറക്കര മധു, ഒപ്പം അഷ്റഫ് അമ്പലത്തിങ്കൽ. എന്തായാലും ഒരു മാരക വിപത്തായി തന്നെ ഈ ലഹരി ഉപയോഗം എത്തിയിരിക്കുന്നു. നമ്മൾ ആശങ്കപ്പെട്ടത് നമ്മുടെ നാട്ടിൽ സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് നേരിടേണ്ടത് വലിയ വലിയ കടമകളാണ്, കടന്നു മുന്നോട്ട് പോകേണ്ടത്. അത് HIV-ക്കെതിരായിട്ടുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. അതിനൊക്കെ മുൻപായി ഈ ലഹരി ഉപയോഗം ഇല്ലാതാക്കുകയും വേണം.